ഒന്ന്, മുസ്ലിമീങ്ങൾ ബലഹീനരാകുന്ന സന്ദർഭത്തിൽ അക്രമികൾക്കെതിരെ പ്രതിരോധം തീർക്കുക. വർത്തമാന സാഹചര്യത്തിൽ ഫലസ്തീൻ മക്കൾ ജീവൻ പണയം വെച്ച് കണ്ണിൽ ചോരയില്ലാത്ത കഴുകന്മാരും ഹിംസ്ര ജന്തുക്കളുമായ സകലസ്ഥിതൂത പരീക്ഷകളെ പ്രതിരോധിക്കുന്ന പോലെ അള്ളാഹു അവർക്കൊക്കെയും സമാധാനവും വിജയവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ത്യൻ മുസ്ലിമീങ്ങളെ ഈ രാജ്യത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി രാജ്യത്തിന്റെ ശത്രുക്കളും ഭീകരന്മാരായ ഭരണാധികളും പരിശ്രമിക്കുമ്പോൾ നിയമപരമായി ഇന്ത്യൻ പൗരന്മാർ പ്രതിരോധിക്കും പോലെ. രണ്ടാമത്തെ ജിഹാദ് മുസ്ലിമീങ്ങൾ ശക്തിയായിരിക്കുമ്പോൾ ശത്രുക്കൾക്കെതിരെ ധർമ്മയുദ്ധം ചെയ്യലാണ്. ഇറാൻ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യും പോലെ, ബദർ, ഉഹുദ് തുടങ്ങിയ യുദ്ധങ്ങൾ പോലെ. ഇങ്ങനെയുള്ള പ്രതിരോധവും യുദ്ധവും നടന്നില്ലെങ്കിൽ ലോകത്ത് ആരും നിലനിൽക്കില്ല, ലോകം തന്നെ നശിച്ചു പോകും. അള്ളാഹു പറഞ്ഞല്ലോ, അള്ളാഹു മനുഷ്യരിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് പ്രതിരോധിച്ചില്ലെങ്കിൽ ഭൂമിയിൽ ആരും നിലനിൽക്കില്ല, ഭൂമി നശിച്ചു പോകുമത്രേ. പക്ഷേ അള്ളാഹു സർവ്വലോകർക്കും ഔദാര്യം ചെയ്യുന്നവരാണ്. ഇസ്ലാമിക ജിഹാദിന്റെ ഏറ്റവും മഹത്തായ ലക്ഷ്യത്തിൽപ്പെട്ടതാണ് നിരപരാധികളെയും ബലഹീനരെയും അക്രമത്തിൽ അകപ്പെട്ടവരെയും രക്ഷിക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ നീതി നടപ്പിലാക്കുന്നതിനും വേണ്ടി ധർമ്മയുദ്ധം ചെയ്യൽ. അല്ലാഹു തആല വമാലകും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹി വൽ മുസ്തദഅഫീന മിനൽ റിജാലി വൻ നിസാഇ വൽ ബിൽദാനി അല്ലദീന യഖൂലൂന റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖർയത്തി ളാലിമി അഹ്ലുഹാ വജഅൽ ലനാ മിൻ ലദുക വലിയൻ വജഅൽ ലനാ മിൻ ലദുക നസീറാ. പടച്ചവനെ, ഈ ഗ്രാമവാസികൾ അക്രമികളാണ്, അവിടെ നിന്നും ഞങ്ങളെ നീ പുറപ്പെടുവിക്കണേ. നിന്റെ അടുക്കൽ നിന്നും ഒരു രക്ഷിതാവിനെ ഞങ്ങൾക്ക് നീ നൽകണേ, നിന്റെ അടുക്കൽ നിന്നും ഒരു സഹായം ഞങ്ങൾക്ക് നീ നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്ന ബലഹീനരായ കുട്ടികൾ, സ്ത്രീകൾ, പുരുഷന്മാർ, ഇവരുടെ വിഷയത്തിലും അള്ളാഹുവിന്റെ മാർഗത്തിലും യുദ്ധം ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് എന്തുപറ്റി എന്ന് ചോദിച്ചത് വിശുദ്ധ ഖുർആൻ. നിരപരാധികളായ ഒരാളെയും നാം ആക്രമിക്കാൻ പാടില്ല. ഇതാണ്